അഭിഷേകിനെക്കാളും ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ജാസ്മിൻ. അപ്പോൾ ജാസ്മിനെ പോലെ ഒരാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ജാസ്മിനെ എങ്ങനെയാണ് സിബിൻ ഹാൻഡിൽ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ജാസ്മിനോട് പോയി നേരിട്ട് നിന്ന് തർക്കിച്ചത് കൊണ്ടോ ജാസ്മിന് പറയാനുള്ള സ്പേസ് കൊടുത്തത് കൊണ്ടോ ഒരിക്കലും ജാസ്മിനെ നേരിടാൻ പറ്റില്ല. അത് ഏറ്റവും നന്നായിട്ട് സംസാരിച്ച് അവിടെ തെളിയിച്ച ആള് സിബിനാണ്. ജാസ്മിൻ വരുമ്പോൾ നീ പോ 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്ത് അപമാനിച്ച് വിടുക, ആ ഒരു രീതി സിബിൻ അവിടെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അവഗണിക്കുക, ഒഴിവാക്കി വിടുക, വാല്യൂ കൊടുക്കാതിരിക്കുക. അത് ജാസ്മിൻ പിന്നീട് പറയുന്നുണ്ട്, ഒരു പട്ടിയുടെ വില പോലും ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് തരില്ല. അപ്പൊ ആ തരത്തിൽ ജാസ്മിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞുകൊണ്ട് മാത്രമേ അവിടെ നേരിടാൻ പറ്റുള്ളൂ. അത് ജാസ്മിന്റെ സ്ട്രെങ്ത് ആണ് കേട്ടോ. ജാസ്മിൻ അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ അതുപോലെ ഇന്ന് അഭിഷേക് ജാസ്മിനെ നേരിട്ട രീതി, അതായത് രണ്ട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, അഭിഷേക് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, നീ ഗബ്രിയോട് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നോ എന്നൊരു ചോദ്യം. അവിടെ അഭിഷേക് പറയാനായിട്ട് ശ്രമിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് പുറത്ത് വിവാഹം ഉറപ്പിച്ചു എന്നുള്ള കാര്യം ഗബ്രിയോട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടോ? അതായത് അവിടെ ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ആലോചന വന്നു, പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്. അത് പൂജയും നമ്മുടെ സിബിനും അഭിഷേകും ഒക്കെ ഉള്ള സമയത്ത് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് അന്ന് പൂജയും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഉദ്ദേശിക്കുന്ന, എനിക്ക് തോന്നുന്നു, ഈ വാപ്പയുടെ ഇന്റർവ്യൂവിൽ വാപ്പ പറയുന്നുണ്ട് കല്യാണം ഉറപ്പിച്ചതാണെന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു സാധനം ഗബ്രിയോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു പോയിന്റ് ആണ് ഇവിടെ അഭിഷേക് എടുത്തിടാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും അത് അഭിഷേകിന് അതിനകത്ത് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ചിലപ്പോൾ ചുവന്ന കാർഡ് കിട്ടും. അതായത് പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ അത് ജാസ്മിൻ ഇനി എത്ര ചോദിച്ചാലും അഭിഷേകിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അവിടെ ആകെയുള്ള വഴി എന്ന് പറയുന്നത് ജാസ്മിനെ ഇഗ്നോർ ചെയ്യുക. പിന്നെ ജാസ്മിൻ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തോറ്റ് പിന്മാറി പോകുന്ന ഒരാളല്ല, പൊരുതി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്, പിന്നാലെ പോവും. അവിടെ ജാസ്മിനെ എങ്ങനെയാണ് അവിടെ അഭിഷേക് തടയാൻ ശ്രമിച്ചത്? നീ പോ, അതായത് നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നിനക്ക് അതിനുള്ള വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് അവഗണിക്കുന്നതാണ്. ചില സമയങ്ങളിൽ അങ്ങനെയാണ് ജാസ്മിൻ പ്രൊവോക്ക് ആയതും. പക്ഷെ എന്നാലും ജാസ്മിൻ വിട്ടുകൊടുക്കില്ല കേട്ടോ, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് പൊരുതി നിൽക്കും. പക്ഷെ അഭിഷേക് തന്ത്രപരമായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. കാരണം ജാസ്മിന്റെ കൂടെ അവിടെ നിന്നു കൊടുക്കുകയാണെങ്കിൽ ജാസ്മിൻ തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ അഭിഷേകിന് പറ്റില്ല. ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടിയതാണ്. എങ്ങാനും വായിന്ന് പുറത്തെ ഒരു കാര്യം വീണ് പോയാൽ ഈ വീക്കെൻഡിൽ പുറത്താവും. അത് അഭിഷേകിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അഭിഷേക് എന്ത് ചെയ്ത് ഇഗ്നോർ ചെയ്തത്. എന്നിട്ട് ജാസ്മിനെ മാനസികമായി തളർത്താൻ എന്ത് ചെയ്തു? നൈസായിട്ട് വാഴത്തോട്ടത്തിന്റെ കാര്യം കൂടെ എടുത്തിട്ടു. അടുത്ത ആളെ പിടിച്ചു പോയിരുന്നോ വാഴത്തോട്ടത്തിൽ? ആദ്യത്തെ ആൾ 50 ദിവസം അവിടെ ഇരുന്നത്, അവനെ പറപ്പിച്ചില്ല, ഇനി അടുത്ത ആളെ പോയി പിടി, എന്നിട്ട് 50 ദിവസം കഴിയുമ്പോൾ അവനെയും പറപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ ഇമോഷണലി ബ്രേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ആ ഒരു സാധനം എടുത്തിട്ട് കൊടുത്തു. പക്ഷെ എന്നിട്ടൊന്നും ജാസ്മിൻ പൂർണ്ണമായി വീണിട്ടില്ല. ജാസ്മിൻ പിന്നാലെ തന്നെ പോയി. പക്ഷെ ഇതിൽ കൂടുതൽ അഭിഷേകിന് ജാസ്മിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ജാസ്മിൻ വെരി പവർഫുൾ പ്ലെയർ ആണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, വിട്ടുകൊടുക്കില്ല, പിന്നാലെ നടക്കും. അപ്പൊ ജാസ്മിൻ പറഞ്ഞതുപോലെ നിന്ന് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അഭിഷേകിന് ഒരിക്കലും ജാസ്മിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം എങ്ങനെ പറയും? പുറത്തെ വാപ്പയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്, അതിൽ പറഞ്ഞതില്ലേ നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ളത്. ആ കാര്യങ്ങളെല്ലാം ഗബ്രിയെ മറച്ചു വെച്ചുകൊണ്ട് നീ ഗബ്രിയെ ചതിച്ചില്ലേ എന്ന് എങ്ങനെ ചോദിക്കും അഭിഷേക്? ചോദിച്ചാൽ പണി പാളും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക, ജാസ്മിനെ അവോയ്ഡ് ചെയ്ത് കളയുക, വേറെന്തെങ്കിലും പറഞ്ഞ് ജാസ്മിനെ ഒതുക്കുക. ഇത് മാത്രമേ അവിടെ സാധിക്കുള്ളൂ. അത് അഭിഷേക് ചെയ്തു. നൈസായിട്ട് ജാസ്മിനെ അവിടെ ഹാൻഡിൽ ചെയ്തു. ഇതിപ്പോ എന്താ സംഭവം, എന്താണ് കാര്യമെന്ന് ജാസ്മിൻ അറിയില്ല. അഭിഷേക് ഒട്ട് പിടി കൊടുക്കുന്നുമില്ല. ഇത് ജാസ്മിനെ പിന്നാലെ ഈ ടോപ്പിക്ക് ജാസ്മിന്റെ കൂടെ തന്നെ കിടക്കും. ജാസ്മിൻ ഇതിൽ നിന്ന് ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റില്ല. ഈ ടോപ്പിക്ക് സംസാരിക്കാതെ ജാസ്മിനെ മാറ്റി നിർത്താൻ തുടർന്നും അഭിഷേകിന് സാധിച്ച അഭിഷേക് ഈ ഒരു കാര്യത്തിൽ മുന്നേറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് ജാസ്മിന്റെ അടുത്ത് പോയി പെട്ടുകൊടുത്തു കഴിഞ്ഞാൽ അഭിഷേകിന് പണി കിട്ടും. ഇരുന്ന് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിഷേകിന് ഉത്തരം കിട്ടും. കാരണം പുറത്തെ കാര്യം അകത്ത് പറയാൻ പറ്റില്ല. എന്നാൽ ഇത് ജാസ്മിനെ മെന്റലി ഒന്ന് ബ്രേക്ക് ഡൗൺ ആക്കാനായിട്ട് തീർച്ചയായിട്ടും അഭിഷേകിന് സാധിച്ചിട്ടുണ്ട്. ഓഡിയൻസിന്റെ ഇടയിലേക്ക് വീണ്ടും ഈ ഗബ്രി ടോപ്പിക് എടുത്ത് ഇട്ട് കൊടുക്കാനും അഭിഷേകിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഈ ലൈവ് കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.